വയസ്സ് കൂട്ടാനെത്തുന്ന ജന്മനക്ഷത്രങ്ങൾ ആയുസ്സിൻ്റെ ദിവസങ്ങൾ കടമെടുക്കുന്നതിനോടൊപ്പം തന്നെ പക്വതയുടെ, ഉൾക്കാഴ്ചകളുടെ സീമകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കവിഹൃദയമായ മനസ്സ് മന്ത്രിച്ചു. ജന്മനക്ഷത്രം ഓർമ്മിപ്പിക്കുന്ന ദിവസങ്ങളോടടുത്ത് പുത്രധർമ്മം പാലിച്ച് മകൻ ചോദിച്ചു, എന്താണ് അമ്മയുടെ ആഗ്രഹം? മകൻ്റെ ചോദ്യം ബോണസായി കരുതി എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുടെ പട്ടിക ഞാൻ തിരഞ്ഞു. അതിതീവ്രമായൊരു ആഗ്രഹമായിരുന്നു വൈത്തീശ്വരൻ കോവിൽ സന്ദർശനം. അതാണ് എൻ്റെ മനസ്സിൽ ആദ്യമായി വന്നത്. പൂർവജന്മങ്ങളുടെ താളിയോലകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വൈത്തീശ്വരൻ കോവിൽ. ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ചൊവ്വയും ഭദ്രകാളിയും പ്രധാന പ്രതിഷ്ഠകൾ. ആത്മീയതയും അമ്പല ദർശനങ്ങളും ആത്മാവിൻ്റെ ഭാഗമാണ് ബാല്യകാലം തൊട്ട് തന്നെ. സസ്യലതാദികൾക്ക് ആദ്യ വളർച്ചയ്ക്കായി ആദ്യത്തെ മരുന്ന് കൊടുക്കുന്ന പോലെയാണ് അച്ഛൻ ഞങ്ങൾക്കായി ഭക്തിയും ആത്മീയതയും പകർന്നു തന്നത്. ഈ 50 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു പകർത്തെഴുത്ത് ജീവിതത്തിൽ എന്നും ഗുരുവായി വെളിച്ചം തെളിച്ചുകൊണ്ടിരുന്നിട്ടുമുണ്ട്. ചിലർക്കത് വിശ്വാസമാണ്, ചിലർക്കത് സങ്കല്പമാണ്, ചിലർക്കത് അന്ധവിശ്വാസവുമാണ്. എന്തു തന്നെയായിരുന്നാലും ബാല്യകാലത്ത് എന്താണോ മനസ്സിൽ കൊത്തിവെക്കുന്നത് അതായിരിക്കും ജീവിതകാലം മുഴുവൻ എന്ന് ബോധ്യപ്പെടുത്തുന്നവരാണ് നമ്മളിൽ പലരും. ചിന്തകളുടെ, ആഗ്രഹങ്ങളുടെ ഒഴുക്കിൽ പൂർവജന്മത്തിൻ്റെ കാതലായ വശം എന്താണെന്നറിയാനുള്ള അദമ്യമായ ആഗ്രഹം എന്നെയും ബാധിച്ചിരുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആഗ്രഹമല്ല. പല മഹാന്മാരുടെയും പൂർവജന്മങ്ങൾ അറിഞ്ഞതിൻ്റെ കഥ, നിഗൂഢമായൊരു കൗതുകം എന്നിൽ ജനിപ്പിച്ചിരുന്നു എന്ന് തന്നെയായിരുന്നു വാസ്തവം. അങ്ങനെ മകൻ വിനയും മരുമകൾ നന്ദിനിയും നന്ദിനിയുടെ അമ്മയായ രാജിയും നന്ദിനിയുടെ അമ്മമ്മയും ഞങ്ങളുടെ യാത്രയിലുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് ഞങ്ങൾ പാലക്കാട് കോട്ടായിലുള്ള സ്വസ്തി എന്ന ഞങ്ങളുടെ ഗൃഹത്തിൽ നിന്നും കാർ യാത്ര ആരംഭിച്ചു. രാജി നല്ലൊരു കമ്പനിയായിരുന്നുവെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ജീവിതം സന്തോഷകരവും പൊട്ടിച്ചിരികളുടേതുമാണെന്ന് കണ്ടുപിടിച്ച എന്നെപ്പോലെ വേറൊരാളായിരുന്നു രാജി. സുഖകരമായി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഏകദേശം 4 മണിയോടെ ഞങ്ങൾ തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലെത്തി. കലാപരമായി കൊത്തുപണികളിൽ സജ്ജമാക്കിയ ഒരു കലാവിരുന്ന്, മതിലുകളിൽ കൊത്തിവെച്ച പേരറിയാത്ത ലിപികൾ, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം, ചുറ്റും ശിവലിംഗങ്ങൾ. 108 ശിവലിംഗങ്ങൾ കാണാനുള്ള ആഗ്രഹവുമായി നടന്നതായിരുന്നു ഞാൻ. എത്ര ദിവസം കഷ്ടപ്പെട്ടും എനിക്കതിന് കഴിഞ്ഞിരുന്നതേയില്ല. വീടിന് സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ കുറച്ചൊക്കെ ദർശനം നടത്തിയെങ്കിലും ഞാൻ ഒരിക്കലും സംതൃപ്തയായിരുന്നില്ല. ആ ആഗ്രഹങ്ങൾ മുഴുവൻ ഒരൊറ്റ പ്രദക്ഷിണത്തിൽ എനിക്ക് സാധിച്ചുവെന്നുള്ളത് സംതൃപ്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ നിക്ഷേപിച്ചു. ചോളരാജാക്കന്മാരുടെ നിർമ്മിതിയിൽ തീർത്ത ഉയർന്ന ഗോപുരത്തിൻ്റെ അറ്റം ആകാശത്തേക്ക് മുട്ടുമോ എന്ന് തോന്നിപ്പിച്ചിരുന്നു. കലാവിരുതിൻ്റെ പ്രഭാവത്തിൽ പോസിറ്റീവ് എനർജി ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ളൊരു അന്തരീക്ഷം. ബൃഹദീശ്വര ടെമ്പിൾ 1003, 1010 കാലഘട്ടത്തിൽ ചോള സാമ്രാജ്യം ഭരിച്ച രാജരാജ ചോളൻ്റെ കാലത്തുണ്ടായതാണ്. യുനെസ്കോയുടെ ഭാഗമായ ബൃഹദീശ്വര ടെമ്പിൾ കലാവിരുതിൻ്റെ മാസ്മരിക പ്രദാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന പേരിലാണത്രേ ബൃഹദീശ്വര ടെമ്പിൾ അറിയപ്പെടുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റുപാടും വലിയ തൂണുകളും മൂടിയ രീതിയിലുള്ള വരാന്തകളുമായിരുന്നു. വരാന്തകളുടെ ഭംഗിയിലും പഴമയിലും പണ്ടത്തെ ഏതോ ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ മനസ്സുകൊണ്ട് തോന്നിപ്പോവും. ചുറ്റും ശിവലിംഗങ്ങളുടെ പ്രതിഷ്ഠകൾ, ശാന്തമായ പരിഭാവനത്വമുള്ള അന്തരീക്ഷം, ശക്തമാണെങ്കിലും ശരീരത്തെ ഇളക്കിക്കൊണ്ടുപോകുന്ന പോലുള്ള കാറ്റ്. തഞ്ചാവൂരിലെ ആടിമാസ കാറ്റാണത്രേത്. സന്ധ്യയുടെ ചുവപ്പിൽ, കാറ്റിൻ്റെ മാസ്മരികതയിൽ, ശിവലിംഗങ്ങളുടെ പ്രഭാവത്തിൽ ഏതോ ഒരു നൂറ്റാണ്ടിലേക്ക് പറിച്ചറിയപ്പെട്ട പോലെ തോന്നിപ്പോയി. വിൽക്കാൻ വെച്ച മുല്ലപ്പൂവുകളിൽ പ്രവഹിക്കുന്ന ഗന്ധവും കൂടിയായപ്പോൾ ഉള്ളിലുള്ള ഊർജ്ജസ്വലതയുടെ ആത്മപ്രവാഹം തനിയെ പുറത്തേക്ക് വമിക്കുന്നത് പോലെ തോന്നിപ്പോയി.